ഹലോ ഏവി ഓ എന്റെ മകൻ എബി മഴ നീയാണോ? ഞാൻ ഫിറ്റാടി. ഇപ്പൊ സമയം എന്തായി കാണും? എന്നെ കൊണ്ടൊന്നും ഇവിടുന്ന് എഴുന്നേക്കാൻ മേല. എല്ലാരെയും വിളിച്ചുകൊണ്ടെത്തി ഈ പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം? ഓ ശരി ശരി. ബേബി ആന്റി, എടി ബേബി ആന്റി, പുന്നാര മോന് ഫോൺ മോളെ കൊണ്ട് കൊടു. എന്താടാ ഈ പാതിരാത്രിക്ക്? നീ ഉറങ്ങിയായിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ. എന്തു പറ്റി? നീ പറഞ്ഞ പോലെ മധുരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ. സംഗതി കൊള്ളായിന്നാ തോന്നുന്നേ. എന്ത്? ലവ്സ്. എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം. എന്താ ചെയ്യാ? ഞാൻ ടോസ് ചെയ്ത് നോക്കി, ടേയില് വീണു. യെസ്. കണ്ണടച്ച് വിരളി തൊട്ട് നോക്കി, അതും യെസ്. എന്താടാ വേണ്ടത്? നീ പറ. നീ തന്നെ പറ. പറഞ്ഞാലോ നാളെ പ്രകാശിനോട് എസ്ന്ന്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആ പറയാം. അപ്പൊ പറയാ അല്ലേ? പറയാ അല്ലേടാ? ശരി. എന്നാ നീ പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. നീ എന്റെ കൂടെ നിന്നോണേ, മുങ്ങിക്കളയരുത്. വലിയ ജാടയൊക്കെ പറയാന്നല്ലാതെ കാര്യത്തോട് അടുത്തപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ അല്പം നെർവസ് ആവുന്നുണ്ടോ? നീ വന്നേ. എന്റെ കർച്ചിപ്പം തന്നെ വിയർക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആരും പറയും ഞാൻ കർച്ചിപ്പ് മറന്നുപോയി. വേർക്കുന്നൊന്നുമില്ല. നിനക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. ആ എനിക്കും തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ശരിയാവുന്ന മട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൂടുതൽ ഒന്നും ചെയ്യണ്ട. നേരെ ചെല്ലുക. അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാം. അത് പെട്ടെന്ന് പറയണമെന്നില്ല. ഒന്ന് നാണിച്ച് കാലിനക്കം കൊണ്ടൊരു കളമൊക്കെ വരച്ച്. അയ്യടാ, നാണോ? നാണോ ഒന്നും ശരിയാവില്ല. ഓ അതല്ലേ നിനക്കില്ലല്ലോ. കക്ഷി അവിടെ നിൽപ്പുണ്ട്. ചെല്ലട്ടടാ. വേണേ ചെല്ലാം. ചെല്ല്. നീ എന്റെ കൺവെട്ട് തന്നെ നിക്കണേ. ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഓക്കെ. What? Ask Abby. He will tell you. Shukriya. It was a real funny night. പ്രകാശം ഉണ്ടാവണമായിരുന്നു. മൊത്തം ഒരു അടിച്ചുപൊളി. See, this is our great Shukriya Menon uncle. ഇതുണ്ടോ? ഇതാണ് ഞങ്ങളുടെ കോളനിയിലെ കാതൽ റോജ രുക്കു. This is Abby and I. അമ്മാമ ഇന്നലെയും വിളിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കാണാൻ. അയ്യോ, എന്നെ കാണാനോ? ഞാൻ പറഞ്ഞല്ലോ, അമ്മാമയ്ക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമ കഥയിലെ ഹീറോയിനാണ് അമ്മാമ. സോന, നീ അറിഞ്ഞോടാ, ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സ്ചർ റെഡിയായെന്ന് മധുസാറ് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട്. അവിടെ അത്ര മോശം ടീമൊന്നും അല്ല. നമ്മൾ ജയിക്കുമെന്ന് സംശയ. എന്നാലും ഒരു കൈ നോക്കാം അല്ലേ? എക്സ്ക്യൂസ് മീ അബി, വല്ലപ്പോഴും സോനിയ ഒന്ന് തനിച്ച് കിട്ടുന്നത്. ഒരു 5 minutes ഞങ്ങൾക്ക്. സോറി, ഞാൻ ഓർത്തില്ല.
എന്തൊരു മണ്ടനാ ഞാൻ. നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി. ഞാൻ ഓർക്കേണ്ടതായിരുന്നു. ക്യാരി ഓൺ പ്രകാശ്. ഐ എം സോറി, റിയലി സോറി. സോന, ഞാൻ ക്യാൻറ്റീനിൽ കാണും. നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? അയ്യോ, എബിക്ക് ഫീൽ ചെയ്തോ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴും നിങ്ങളെ ഒരുമിച്ചേ കാണൂ. തന്നോട് ഒരു 5 മിനിറ്റ് തനിച്ച് സംസാരിക്കാൻ. അവനുള്ളപ്പോ പറയാൻ കൊള്ളാവുന്നത് മാത്രം പറഞ്ഞാൽ മതി എന്നോട്. സോന, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇത് ബോറായി പ്രകാശ്. സോന, ലുക്ക്, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. ഓക്കെ? പ്രകാശിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി എബിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അറ്റ് എനി കോസ്റ്റ്. ഐ എം സോറി ഡാ. അയ്യേ, സാരമില്ലടാ. സോറി പറയേണ്ടത് ഞാനല്ലേ, എന്റെ തെറ്റാ. പ്രകാശ് പറഞ്ഞതാ ശരി. അതവൻ വളരെ ഡീസൻ്റായി പറയുകയും ചെയ്തു. അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു. അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. കരയാണോ നീ? എന്താടാ ഇത്? നിനക്കെന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇത്ര സില്ലി കാര്യത്തിന് കരയേ? അയ്യേ, കണ്ണുറച്ച പിള്ളേരാരെങ്കിലും കാണും. എന്നാലും നിനക്ക് ഫീൽ ചെയ്തില്ലേ? ഇല്ലടാ. കുറച്ച് ഇല്ലെന്നേ. നിനക്ക് ഒട്ടും വിഷമമില്ലല്ലോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉറപ്പ്. എങ്കിൽ നീ എനിക്കൊരു പരിപ്പോടിയും ചായ വാങ്ങിച്ചോ. ഇതാന്നോടാ കൊച്ച്? അമ്മമ്മ വന്നാട്ടെ. അപ്പം മോക്കെന്നെ മനസ്സിലായോ? പ്രകാശ് എപ്പോഴും പറയും. ആന്നോടാ കുഞ്ഞോനെ, നീ എന്നെ കുറിച്ച് എപ്പോഴും പറയുവോ? ഹലോ എബി. അമ്മാമേ, ഇത് എബി. ഞങ്ങളുടെ കോളേജിൽ തന്നെയാ. തൊട്ടപ്പുറത്തെ വീട്ടിലാ. ആ, അമ്മമ്മ വാ. പപ്പ, ഇത് പ്രകാശ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേരി അവസനോലെ സമ്മാനം കിട്ടിയ. ഹലോ. ഇത് പ്രകാശിന്റെ അമ്മാമ്മ. ആ. പപ്പ, മമ്മി. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഞാനങ്ങ് പുളിങ്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ. മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയില്. ഇവനെ അവിടെ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ. പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയിൽ ഞങ്ങളൊക്കെ കണ്ടു. ഞാനും കണ്ടു. ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ. എനിക്ക് എവിടുന്നാ സമയം? 10-15 പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക്. ഇതിപ്പോ ഇവൻ ഇങ്ങനൊരു താല്പര്യമുള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി. മോടെ പഠിത്തം കഴിയാറായോ? ഡിഗ്രി ഫൈനൽ ഇയറാ. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും പഠിക്കാം. എന്തോത്തിനാ? പെൺകൊച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ. നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക്. സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ അമ്മാമേ, വൈകുന്നേരം എത്തണ്ടേ? ജോലിക്കാരുള്ളതല്ലേ? ഇന്ന് ആരും ഇല്ലടാ, ഞായറാഴ്ചയല്ലയോ. കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോകുന്നത്. ഞാൻ അല്പം ചായ എടുക്കാം. അവിടെ ഇരുവച്ചേ. ഇപ്പം ചായ ഒന്നും വേണ്ടാന്നേ. ചായ ഞങ്ങളിടാ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് നാൽപ്പാങ്കുരിശുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ. ചെലപ്പോ കേട്ട് കാണും. കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജോണി? ഏത് ജോണി? ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ. ഓ, അവൻ എന്റെ മൂത്ത നാത്തുന്റെ മോടെ മോനല്ലയോ? അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോണിയാ. അങ്ങനെ വരട്ടെ, കൊച്ചുമറിയുടെ മോള്. അപ്പൊ നമ്മള് ചാർച്ചക്കാരായി. ആ അമ്മാമ്മ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. മിക്കവാറും ഇന്ന് തന്നെ മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും. പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം. ഞാൻ ഇടപെടണോടാ? എവിടം വരെ പോകും നോക്കാം. ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്കുന്നിലോട്ട്. പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരു ആശ്വാസം അല്ലേ? വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. എല്ലാവർക്കും തിരക്ക് തന്നെ. ഞാൻ മാത്തുക്കുട്ടിയുടെ അവിടെ പോയി നിന്ന് 3 മാസം. എനിക്ക് മടുത്തു. അവനും തിരക്ക്, പെമ്പിളയ്ക്കും തിരക്ക്, അലക്കാനും തുടയ്ക്കാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പോ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു,
അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന്. അല്ലെങ്കിൽ അവിടെ ചെന്ന് വല്ല മതാമയും പടലിൽ കയറിയാ. അല്ല, കുഞ്ഞോനാ ബുദ്ധിവശം കാണിക്കാലെന്നറിയാം. ഇല്ലയോ മോളെ? നമുക്ക് ഇറങ്ങാം അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദേ ഇവനും തിരക്ക്. ഈ ചായ കുടിച്ചു പോകാവിടാ. ഇത് കഴിക്കാം മാമേ. വേണ്ട മോളെ, അമ്മാമ്മയ്ക്ക് ഇതൊന്നും കഴിച്ചുകൂടാ. മോളെ കണ്ടപ്പോ തന്നെ അമ്മമ്മയുടെ വയറ് നിറഞ്ഞു. കുഞ്ഞോന്റെ ഇഷ്ടം എന്താ വെച്ചാ അത് എന്റെയും കൂടി ഇഷ്ടാ. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ ഇനിയും വരുന്നുണ്ട്. കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്നും നടത്തരുതോ? ഞാൻ മാത്തുക്കുട്ടിക്കും എഴുതുന്നുണ്ട്. പാടാ. പുറപ്പെടുമ്പോ 1000 വട്ടം പറഞ്ഞല്ലേ അമ്മാമേ, ചളാക്കരുതെന്ന്. നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ? വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാന്നോ? വിളക്ക് കാലേ വെക്കണം, എന്നാലേ വെളിച്ചം കാണൂ. അല്ലാതെ ഇത് നിന്റെ മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ. നീ വണ്ടി വിടറാ എന്റെ പാ. പോട്ടെ മോളെ. ആ ഡോക്ടർ സണ്ണി കൊടുക്ക്. ആ നിക്ക്. ആ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, എന്തോന്നാ അത്? അത് പപ്പ ഞാൻ കേട്ടില്ല. നീ കേട്ടോടാ? അത് പിന്നെ ഇവിടെ കേൾക്കാത്തോണ്ട് ഞാനും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. ദാ ഇവളും കേട്ടു. അതെ, ഞാൻ ഏതാണ്ട് കേട്ടു. ആ സണ്ണി, ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ ഇറങ്ങും? ബേബിയോ? രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും. കാര്യമുണ്ട്, താൻ വാ. അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ഐ എം സോറി പപ്പ. പപ്പയോടും മമ്മിയോടും പറയാൻ ഞങ്ങള് പ്ലാൻ ഇട്ടിരിക്കായിരുന്നു. അതിനിടയില്. ഓഹോ, അപ്പൊ ഇയാളുണ്ടോ കൂട്ടിന്? അപ്പോഴേ ഇവള് നമ്മളുടെ കൂടെ കോളേജിലും കറങ്ങാനൊക്കെ വിട്ടത് ഇതിനായിരുന്നോ? ഇതിപ്പോ ദൈവം പണ്ട് ആദാമിനോട് ചോദിച്ച പോലെ ആയല്ലോ. ഇതിനോ ആദമൻ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി. എന്തോ വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ജോബച്ചായ. പിന്നെ പ്രേമിച്ചേ അടങ്ങുന്ന വാശി പിടിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? എടാ നോണയാ പപ്പ. ദേ ഇവൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാ ഞാൻ പ്രേമിച്ചത്. അല്ല, സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നേരാ. പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ ജോബച്ചായ. പുളുങ്കൊന്നത്തെ പുളുങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിരിക്കുന്നത്. ഏത് കൊമ്പത്തായാലും പഠിപ്പിന്റെ ഇടയിൽ പ്രേമവും കുടച്ചക്രം ഒന്നും ഇവിടെ വേണ്ട. വേണ്ട. പ്രേമാവുമ്പോ അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഇതിപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രേമല്ലേ? അത് വേണ്ടാന്ന് വെക്കാൻ എനിക്കത്ര പ്രയാസമൊന്നുമില്ല. അല്ലടാ പപ്പ? എടീ, അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ നിനക്കെന്താ ധൈര്യം വരാഞ്ഞ്? ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലേ, എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ച് കെട്ടിച്ചേനെ അപ്പൻ. മാറി നിൽക്കണം. ജോബച്ചായ